ഫേസ് കിളിമാനൂരിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എക്സർസൈസ് 1.1 പാർട്ട് 3 ചാപ്റ്റർ നമ്പർ 1. Question number 10. Give an example of a relation which is symmetric but neither reflexive nor transitive, transitive but neither reflexive nor symmetric, reflexive and symmetric but not transitive, reflexive and transitive but not symmetric, symmetric and ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് റിഫ്ലെക്സീവ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എക്സാമ്പിൾസ് കൊടുക്കാനാണ്, റിലേഷൻസിൻ്റെ എക്സാമ്പിൾസ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്മട്രിക് ആയ റിലേഷൻ എന്നാൽ റിഫ്ലെക്സീവോ ട്രാൻസിറ്റീവോ അല്ലാത്ത റിലേഷനും ആവണം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റിഫ്ലെക്സീവ് ആകരുത് എങ്കിൽ എ റിലേറ്റഡ് ടു എ ഉണ്ടാവരുത്. സിമ്മട്രിക് ആകണമെന്നുണ്ടെങ്കിൽ എ റിലേറ്റഡ് ടു ബി എഴുതുക, ഒപ്പം ബി റിലേറ്റഡ് ടു എയും എഴുതണം. ഇനി ട്രാൻസിറ്റീവ് ആവാൻ പാടില്ലെന്ന് വെച്ചാൽ എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു സിയും ഉണ്ട് എങ്കിൽ എ റിലേറ്റഡ് ടു സി ഉണ്ടാവില്ല എന്ന് കാണിച്ചാൽ ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആകാതെ മാറും. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ, ഒരു വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 5, 6, 7 എന്നെടുക്കുന്നു. എന്നിട്ട് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആ റിലേഷനാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. റിലേഷൻ നമ്മളിങ്ങനെ എടുക്കുന്നു. R is equal to set ordered pair 5, 6, 6, 5. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു എയും നമ്മൾ നിർബന്ധപൂർവ്വം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഈ റിലേഷനെ സിമ്മട്രിക് റിലേഷൻ എന്ന് കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 5, 6, 6, 5 എഴുതിയത്. എനിവേ നമുക്ക് ഫസ്റ്റ് മുതൽ റിഫ്ലെക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? അല്ല. കാരണം എന്ന് വെച്ചാൽ 5, 5, 6, 6, 7, 7 ഈ എലമെൻറ്റുകൾ റിലേഷനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ എന്തല്ല, റിഫ്ലെക്സീവ് റിലേഷൻ അല്ല. ഇനി സിമ്മട്രിക് ആണോ? കൃത്യമായുമാണ്. എ റിലേറ്റഡ് ടു ബി ആയ 5 റിലേറ്റഡ് ടു 6 അവിടെയുണ്ട്. അപ്പോൾ തിരിച്ച് എന്ത് റിലേഷൻ വേണം? ബി റിലേറ്റഡ് ടു എ എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തുണ്ട്? 6 റിലേറ്റഡ് ടു 5 അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് 5, 6 ബിലോങ്സ് ടു ആർ ആൻഡ് ആൾസോ 6, 5 ബിലോങ്സ് ടു ആർ. ദെയർഫോർ ദ റിലേഷൻ ഈസ് സിമ്മട്രിക്. ഇനി അടുത്തതായി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാം, ട്രാൻസിറ്റീവ് റിലേഷൻ മീൻസ് എ റിലേറ്റഡ് ടു ബി, B related to C, then A related to C. ശരിയല്ലേ? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 5 related to 6, that is A related to B. Again, next element is 6 related to 5, that is 6, 5. That means A related to B, B related to C. നമുക്ക് ആ 5നെ C ആയിട്ട് കൺസിഡർ ചെയ്യാനും കഴിയും. അപ്പോൾ B related to C നടക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിമ്മട്രിക് ആകണമെന്നുണ്ടെങ്കിൽ എ റിലേറ്റഡ് ടു സി ഉണ്ടാവണം. പക്ഷേ 5 റിലേറ്റഡ് ടു 5 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദെയർഫോർ ദ റിലേഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അതായത് ഇവിടെ ഈ റിലേഷൻ എന്തല്ല, സിമ്മട്രിക് ആണ്, ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോർ ട്രാൻസിറ്റീവ് എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ട്രാൻസിറ്റീവ് ആകണം ബട്ട് നോട്ട് റിഫ്ലെക്സീവ് ആൻഡ് സിമ്മട്രിക്. അപ്പോൾ റിഫ്ലെക്സീവും ആവാൻ പാടില്ല, സിമ്മട്രിക്കും ആവാൻ പാടില്ല. റിഫ്ലെക്സീവ് ആകാൻ പാടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എ റിലേറ്റഡ് ടു എ ഉണ്ടാവരുത്. ഇനി സിമ്മട്രിക് ആകരുത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എ റിലേറ്റഡ് ടു ബി ഉണ്ടെങ്കിൽ ബി റിലേറ്റഡ് ടു എ റിലേഷനിൽ എഴുതാതിരിക്കുക. ഇനി ട്രാൻസിറ്റീവ് റിലേഷൻ ആണെങ്കിലോ എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു സിയും ഉണ്ട് എങ്കിൽ എ റിലേറ്റഡ് ടു സി നിർബന്ധപൂർവ്വം എഴുതാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. സോ വി ആർ കൺസിഡറിങ് എ റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ബി. ഇവിടെ റിഫ്ലെക്സീവ് ആണോ? ഒരിക്കലും റിഫ്ലെക്സീവ് അല്ല. കാരണം എന്ന് വെച്ചാൽ എ റിലേറ്റഡ് ടു എ ആകണമെങ്കിൽ എ ലെസ് ദാൻ എ എന്ന് എഴുതാൻ കഴിയണം. അപ്പോൾ എ ലെസ് ദാൻ എ എന്ന് എഴുതാൻ കഴിയുമോ? ഇല്ല. എ ഈസ് ഈക്വൽ ടു എ എന്ന് മാത്രമേ എഴുതാൻ കഴിയൂ. ദാറ്റ് മീൻസ് എ റിലേറ്റഡ് ടു എ, ദാറ്റ് ഈസ് എ ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ, ദെയർഫോർ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇനി സിമ്മട്രിക് ആണോ? നമുക്ക് നോക്കാം. അതായത് 1, 2 ബിലോങ്സ് ടു ആർ എന്ന് എടുക്കാം. ആസ് 1 ലെസ് ദാൻ 2. തിരിച്ച് 2 ലെസ് ദാൻ 1 ആണോ? അല്ല. അപ്പോൾ 2, 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ, ദെയർഫോർ ആർ ഈസ് നോട്ട് സിമ്മട്രിക്. ഇനി എ ബി റിലേറ്റഡ് ടു ആർ, ബി സി belongs to R. That then A B related to R means
എന്താ മനസ്സിലാക്കുക? എ ലെസ് ദാൻ ബി എന്നും. ബി റിലേറ്റഡ് ടു സി മീൻസ് ബി ലെസ് ദാൻ സി. അങ്ങനെയാണെങ്കിൽ കൃത്യമായും എ റിലേറ്റഡ് ടു സി ആയിരിക്കില്ലേ, അതായത് എ ലെസ് ദാൻ സി ആയിരിക്കില്ലേ? ആണ്. ദെർഫോർ ആർ ഈസ് ട്രാൻസിറ്റീവ്. ഹിയർ ദ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് റിഫ്ലക്സീവ് ആൻഡ് സിമ്മട്രിക്. ഇനി തേർഡ് ക്വസ്റ്റിലേക്ക് പോകണമെങ്കിൽ റിഫ്ലക്സീവും സിമ്മട്രിക്കും ആവണം, നോട്ട് ട്രാൻസിറ്റീവ് ആവണം. നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുന്നു. എ ഈസ് ഈക്വൽ ടു സെറ്റ് 4 6 8. ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. 4 4 6 6 8 8 4 6 6 4 6 8 8 6. അപ്പോൾ 4 4 6 6 8 8 ഉള്ളത് കൊണ്ട് തന്നെ ഈ റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് ആണ്. ഇനി 4 6 എന്ന എലമെൻ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായും 6 4 എഴുതിയിട്ടുണ്ട്, കൂടാതെ 6 8 എഴുതിയിട്ടുണ്ട്, അതിന് 8 6 എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ഈ റിലേഷൻ എന്താണ്? സിമ്മട്രിക്കുമാണ്. ഇനി ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ 4 6 6 4 ഉള്ളപ്പോൾ 4 4 ഉണ്ടാവണം, അതിവിടെ ഉണ്ട്. ഇനി 4 6 6 8 ഉണ്ട്, അപ്പോൾ 4 8 എവിടെ ഉണ്ടാവണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 4 8 does not belongs to R, therefore the relation is not transitive. Now question number 11. Show that the relation R in the set A of points in a plane given by R is equal to set ordered pair PQ such that distance of the point P from the origin is same as the distance of the point Q from the origin is an equivalence relation. Further show that the set of all points related to a point P not equal to origin 0 0 is the circle passing through the point P with the origin as center. ഇവിടെ വളരെ ക്ലിയർ ആണ് ഈ ക്വസ്റ്റ്യൻ. പിയും ക്യൂവും തമ്മിലുള്ള ബന്ധം എന്താണ്? പിയും ക്യൂവും റിലേറ്റ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ്. ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് പി ഫ്രം ദ ഒറിജിൻ ഈസ് സെയിം ആസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ക്യൂ ഫ്രം ദ ഒറിജിൻ. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഒ പി ഈസ് ഈക്വൽ ടു ഒ ക്യൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയല്ലേ? അതായത് ഒ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസും ഒ മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസും തുല്യമാണെങ്കിൽ പിയും ക്യൂവും റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാവും. അതാണ് ആ ക്വസ്റ്റ്യൻ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മനസ്സിലാവുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഈ റിലേഷൻ നമുക്ക് ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് റിഫ്ലക്സീവ് ആണോ? റിഫ്ലക്സീവ് ആവണം. കാര്യം പി റിലേറ്റഡ് ടു പി എന്ന് കൃത്യമായിട്ട് എഴുതാൻ കഴിയും. ദാറ്റ് ഈസ് ഒ പി ഈസ് ഈക്വൽ ടു ഒ പി തന്നെയാണ്. ഒറിജിനിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ഒറിജിനിൽ നിന്നുള്ള പിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ പി കോമ പി ബിലോങ്സ് ടു ആർ ആണ്. ദെർഫോർ ആർ ഈസ് എ റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? ഇനി അടുത്തത് സിമ്മട്രിക് റിലേഷൻ ആണോ എന്ന് നോക്കിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സിമ്മട്രിക് റിലേഷൻ എടുക്കണമെങ്കിൽ നമ്മൾ എന്താ പറയുക? പി റിലേറ്റഡ് ടു ക്യൂ ആണെങ്കിൽ ക്യൂ റിലേറ്റഡ് ടു പി എന്ന് നമുക്ക് കാണിക്കാൻ കഴിയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നു ലെറ്റ് പി കോമ ക്യൂ ബിലോങ്സ് ടു ആർ. പി കോമ ക്യൂ ബിലോങ്സ് ടു ആർ മീൻസ് എന്താണ്? ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് പി ഫ്രം ദ ഒറിജിൻ ഈസ് സെയിം ആസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ക്യൂ ഫ്രം ദ ഒറിജിൻ. അതായത് ഒ പിയും ഒ ക്യൂവും തുല്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒ പിയും ഒ ക്യൂവും തുല്യമാണെങ്കിൽ ഒ ക്യൂവും ഒ പിയും തുല്യമല്ലേ? രണ്ടും ഒന്ന് തന്നെയാണ്. ശരിയല്ലേ? എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യൂ കോമ പി ബിലോങ്സ് ടു ആർ എന്ന് പറയാൻ പറ്റും. ദെർഫോർ നമുക്ക് എന്ത് പറയാൻ കഴിയും? ആർ ഈസ് സിമ്മട്രിക് എന്ന് പറയാൻ കഴിയും. റൈറ്റ്? ഇനി അടുത്തത് ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കിയാണ് നമ്മുടെ ജോലി. അവിടെ പി ക്യൂ കോമ ക്യൂ എസ് ബിലോങ്സ് ടു ആർ. ദാറ്റ് മീൻസ് ഒ പി ഈസ് ഈക്വൽ ടു ഒ ക്യൂ ഈസ് ഈക്വൽ ടു ഒ എസ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒ പി ഈസ് ഈക്വൽ ടു ഒ എസ് എന്നതിൽ തെറ്റുണ്ടോ? അതായത് ഒ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസും ഒ മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസും തുല്യമാണ്. ഒ മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസും ഒ മുതൽ എസ് വരെയുള്ള ഡിസ്റ്റൻസും തുല്യമാണ്. എങ്കിൽ ഒ മുതൽ എസ് വരെയുള്ള ഡിസ്റ്റൻസും തുല്യമാണ്. ദെർഫോർ ആർ ഈസ് ട്രാൻസിറ്റീവ്. ഓക്കെ, നമുക്കിനി അടുത്ത ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അടുത്ത രണ്ടാമതൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതായത് further show that the set of all points related to the point P not equal to 0 is the circle passing through the point P with the origin. നിങ്ങൾക്ക് വളരെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതായത് പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് ഒറിജിൻ അല്ല. അപ്പോൾ ഒരു ഫിക്സ്ഡ് ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റാണ് പി. അത്തരത്തിലുള്ള ഒരു ഫിക്സ്ഡ് ഡിസ്റ്റൻസിൽ കഴിയുന്ന പോയിന്റുകളുടെ എല്ലാം ലോക്കസ് എന്ന് പറയുന്നത് സർക്കിളാണ് സർക്കിളാണെന്ന് തെളിയിക്കുക ആണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് റിലേറ്റഡ് ടു പി not equal to 0 0 will be those points whose distance from the origin is same as the distance of point P from the origin. അപ്പോൾ ഒറിജിനിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിലുള്ള പോയിന്റാണ് പി.
അപ്പോൾ അത്തരത്തിൽ നിശ്ചിത അകലത്തിലുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? അതായത് ഒറിജിനിൽ നിന്നും കെ യൂണിറ്റ് അകലത്തിലുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നതായിരിക്കുക. അങ്ങനെ കെ യൂണിറ്റ് അകലത്തിൽ എത്രമാത്രം പോയിന്റ്സ് എടുക്കാൻ പറ്റുമോ ആ പോയിന്റ്സ് എല്ലാം എടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് ജോയിൻ ചെയ്താൽ കിട്ടുന്നത് നമുക്ക് കൃത്യമായിട്ടും എന്തായിരിക്കും? ഒരു സർക്കിളായിരിക്കും. ദെൻ ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് റിലേറ്റഡ് ടു പി ഈസ് അറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് കെ ഫ്രം ദ ഒറിജിൻ. ഹെൻസ് ദിസ് സെറ്റ് ഓഫ് പോയിന്റ്സ് ഫോംസ് എ സർക്കിൾ വിത്ത് the center as the origin and this circle passes through the point P. Okay. So, next question number 12. Show that the relation R defined in the set A of all triangles as R is equal to set ordered pair T1, T2 such that T1 is similar to T2 is an equivalence relation. Consider three right-angled triangles T1 with sides 3, 4, 5, T2 with the sides 5, 12, 13 and T3 with the sides 6, 8, 10. Which triangles among T1, T2 and T3 are related? ഇതാണ് ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് സെക്ഷൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് എ ഓഫ് ഓൾ ട്രയാങ്കിൾസ് ആസ് ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ T1, T2 സച്ച് ദാറ്റ് T1 ഈസ് സിമിലർ ടു T2. അപ്പോൾ റിലേഷൻ എന്താണ്? T1ഉം T2 എന്ന രണ്ട് ട്രയാങ്കിൾസ് റിലേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ T1 ഈസ് സിമിലർ ടു T2 എന്നാകണം. ശരിയല്ലേ? അപ്പോൾ റിലേഷൻ റിഫ്ലെക്സീവ് അല്ലേ? റിഫ്ലെക്സീവ് ആണ്. T1 ഈസ് റിലേറ്റഡ് ടു T1, ദാറ്റ് ഈസ് T1 ഈസ് സിമിലർ ടു T1. ഓക്കെ, ദെർഫോർ ദ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. ഇനി സിമെട്രിക് ആണോ? T1 ഈസ് സിമിലർ ടു T2, ദെൻ T2 ഈസ് സിമിലർ ടു T1 ആൾസോ, ദെൻ ഇറ്റ് ഈസ് സിമെട്രിക് ആൾസോ. മോറോവർ T1 ഈസ് സിമിലർ ടു T2, T2 is similar to T3, then T1 is also similar to T3. Therefore, the relation is transitive also. So, we can say that the given relation is an equivalence relation. ശരിയല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ആ നോട്ട്സ് ജസ്റ്റ് നോക്കിക്കൊണ്ടാൽ മതി. വളരെ ക്ലിയർ ആണ്, നിങ്ങൾക്ക് ആൾറെഡി തന്നെ അറിയാവുന്ന കേസുകളാണ്. ഇനി അതിൽ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാൻ. കൺസിഡർ ത്രീ റൈറ്റ് ട്രയാങ്കിൾസ് T1 വിത്ത് ദ സൈഡ്സ് 3, 4, 5, T2 വിത്ത് ദ സൈഡ്സ് 5, 12, 13 ആൻഡ് T3 വിത്ത് 6, 8, 10. വിച്ച് ട്രയാങ്കിൾസ് എമംഗ് T1, T2, T3 ആർ റിലേറ്റഡ്? ഇതാണ് ചോദ്യം. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് രണ്ട് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെയും തേർഡ് ട്രയാങ്കിൾസിൻ്റെയും സൈഡ്സിൻ്റെ റേഷ്യോ എടുത്ത് നോക്കി. ദാറ്റ് ഈസ് 3/6, 4/8 ആൻഡ് 5/10. That is 3/6 is equal to 4/8 is equal to 5/10, that is equal to 1/2. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവിടെ ഫസ്റ്റ് ട്രയാങ്കിൾ അതായത് T1 ആൻഡ് T3 ആർ റിലേറ്റഡ് എന്ന് പറയാൻ പറ്റും. ദി കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ T1 ആൻഡ് T3 ആർ ഇൻ ദ സെയിം റേഷ്യോ. Therefore we can say that T1 and T3 are related. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇങ്ങനെ പറയാൻ പറ്റും, T1 ഈസ് സിമിലർ ടു ട്രയാങ്കിൾ T3. ഹെൻസ് T1 ഈസ് റിലേറ്റഡ് ടു T3. ഓക്കെ. So moving to question number 13. Show that the relation R defined in the set A of all polygons as R is equal to set P1, P2 such that P1 and P2 have the same number of sides is an equivalence relation. What is the set of all elements in A related to the right angle triangle T with the sides 3, 4 and 5? First question, മറ്റ് സംശയങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. P1, P2 have the same number of sides.
P1, P1 having same number of sides. If P1 and P2 having same sides, then P2 and P1 have the same number of sides. Then again, it's very clear that the relation is transitive also. So the relation is reflexive, symmetric, and transitive. Hence, the relation is an equivalence relation. Then the second part is, what is the set of all elements in A related to the right angle triangle T with the sides 3, 4, and 5? Let P1, P2, P2, P3 belongs to അടുത്ത നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ എ റിലേറ്റഡ് ടു ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ടി വിത്ത് ദ സൈഡ്സ് 3, 4 and 5. അപ്പോൾ ടി റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, അതിൻ്റെ സൈഡ്സ് 3, 4, 5 ഉള്ളതാണ്. അത് എയിലെ ഏതൊക്കെ എലമെൻറ്റ്സുമായിട്ടാണ് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. വളരെ ക്ലിയറാണ്. എ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് പോളിഗൺസ് ആണ്. അപ്പോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ കൃത്യമായും പോളിഗൺ 3 സൈഡുള്ള പോളിഗൺസ് ആയിരിക്കും ബന്ധപ്പെടുക. 3 സൈഡുള്ള പോളിഗൺ എന്ന് വെച്ചാൽ കൃത്യമായും ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഈ 3, 4, 5 സൈഡായിട്ടുള്ള റൈറ്റ് ട്രയാങ്കിളുമായിട്ട് എയിലെ ഏതെങ്കിലും എലമെൻറ്റ്സ് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്ത് തന്നെയായിരിക്കും? സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് തന്നെയായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. Question number 14. Let L be the set of all lines in xy plane and R be the relation in L defined as R is equal to set ordered pair L1 L2 such that L1 is parallel to L2. Show that R is an equivalence relation. Find the set of all lines related to the line y is equal to s plus 4. ഈ ക്വസ്റ്റൻ നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. Therefore it is an equivalence relation. ഇനി അടുത്ത സെക്കൻഡ് പൊസിഷനിൽ തന്നിരിക്കുന്നത് വെച്ചാൽ, y is equal to 2x plus 4 എന്ന് പറയുന്ന ലൈനിന് റിലേറ്റ് ചെയ്യപ്പെടുന്ന ലൈൻസിൻ്റെ ഇക്വേഷൻ എഴുതുക. അല്ലെങ്കിൽ ലൈൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം. y is equal to 2x plus 4 എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് 2 ആണ്. അപ്പോൾ സ്ലോപ്പുകൾ തുല്യമായ ലൈൻസ് എല്ലാം തന്നെ പാരലായിരിക്കും. അതുകൊണ്ട് തന്നെ y is equal to 2x plus 4 എന്ന് പറയുന്ന ലൈനിന് പാരലായിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ y is equal to 2x plus c. അതായത് 4 എന്ന കോൺസ്റ്റൻറ്റ് മാത്രമേ ചേഞ്ച് ഉണ്ടാവുന്നുള്ളതായിരുന്നു, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ദെർഫോർ എന്താ മനസ്സിലാക്കാൻ കഴിയുക? ലൈൻസ് റിലേറ്റഡ് ടു y is equal to 2x plus 4 are y is equal to 2x plus c. That is the slopes are all same. Okay.